ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്ന് ഫെററോ ന്യൂട്ടല്ല കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 1 kg കേക്കാണ്, എഗ്ലെസ് കേക്കിൻ്റെ വീഡിയോ ആണ്. പിന്നെ ഇത് 7 ഇഞ്ച് മുകളിലാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ തീം അവർ തന്നെ സെലക്ട് ചെയ്തത് സെയിം അതുപോലെ തന്നെ ബട്ടർഫ്ലൈ തീം കേക്കാണ് നമ്മളൊന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ സ്പഞ്ച് റെഡിയാക്കിയത് നല്ല തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേണം ഇനി ക്രീം എടുക്കാം. ഐസിങ് ചെയ്യാനുള്ള ക്രീം, അകത്ത് ഫില്ലിങ് ചെയ്യാനുള്ള ക്രീം മാത്രം നമ്മളിപ്പോൾ സെപ്പറേറ്റ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ക്രീം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കുക. പിന്നെ അത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ന്യൂട്ടല്ല നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി നമുക്കാണെങ്കിൽ ഫസ്റ്റ് ലെയർ ബോഡി വെച്ച് കൊടുക്കാം. ക്രീം പെട്ടാനായിട്ട് മറന്നുപോലെ ക്രീം പെട്ടണം, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ കേക്ക് സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതൽ നമ്മൾ കൊണ്ടുപോകാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് താഴെ എപ്പോഴും മറക്കാതെ ക്രീം സ്പ്രെഡ് ചെയ്യണം. അതിന് ശേഷം വേണം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാനായിട്ട്. ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ന്യൂട്ടല്ല മിക്സ് ചെയ്ത് വെച്ചിങ്ങനെ ക്രീമില്ലേ, അതുകൊണ്ട് നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫില്ലിങ്ങിനായിട്ട് എക്സ്ട്രാ ന്യൂട്ടല്ല മേളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ ഫെററോ 2 എണ്ണം വെച്ച് ഞാൻ ക്രഷ് ചെയ്ത് പൊടിച്ചിട്ട് ഞാനതും ആഡ് ചെയ്ത് കൊടുക്കും. നല്ലതായിട്ട് ബൈറ്റ് എല്ലാ സൈഡിലും നമുക്ക് കിട്ടുന്ന രീതി വേണം ഫെററോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസും കേക്കിൻ്റെ എല്ലാം വീഡിയോസും കണ്ട് നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വളരെ സന്തോഷമുണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ ആണെങ്കിൽ റിലേറ്റീവ്സ് തന്നെയായതെല്ലാം എന്നെ വിളിച്ച് സംസാരിക്കുകയും അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്ത് അവർ ഞാൻ ചെയ്യുന്ന കൂട്ടിനെ കണ്ടും കേട്ടും എല്ലാം പഠിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു അടിപൊളി ഹോം ബേക്കർ ആവണമെങ്കിൽ ഇതുപോലെയൊക്കെ ഞാനും ഇതുപോലെ യൂട്യൂബിലൊക്കെ കണ്ട് വീഡിയോസൊക്കെ കണ്ട് തന്നെയാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് എത്രയും അറിയാവുന്നു, എത്രയും ഞാൻ പഠിച്ച് എൻ്റെ ഇത് 5 വർഷമായി ഞാൻ കേക്കിൻ്റെ ബിസിനസ് സ്റ്റാർട്ട്. എനിക്ക് എത്ര അറിയാവുന്നോ അത്ര നിൽക്കാനാണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ അറിയിച്ചാൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടെല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളാണിത് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെ ക്രം കോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ക്രം കോട്ട് ചെയ്യണം മസ്റ്റ്. അത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഐസിങ് ചെയ്യുമ്പോൾ ഈ ക്രംസൊക്കെ ആണെങ്കിൽ ഇളകി വന്നാണല്ലോ, പിന്നെ ഐസിങ് നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് എപ്പോഴാണെങ്കിലും വെക്കണം. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വെക്കണം. അപ്പോൾ ആ ക്രംസൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നിങ്ങൾക്ക് ഐസിങ് ചെയ്യാനായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല ഫിനിഷിങ് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റത്തേക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് സമയം തീരെ ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ ഒരു 10-15 മിനിറ്റത്തേക്ക് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യത്തേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഇതേ ഇപ്പോൾ ഒരു സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെററോ ആദ്യം കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ, അത് കാരണം കൊണ്ടാണ് പിന്നെ ഇപ്പോൾ എടുത്ത് കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ ഇതേ ഫില്ലിങ്ങിനകത്ത് ഇതുപോലെ ന്യൂട്ടല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫെററോ പൊടിച്ച് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, എൻ്റെ റെസിപ്പീസ് വീഡിയോ അല്ലെങ്കിൽ കേക്കിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ പുതിയ കൂട്ടുകാർ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. പ്ലീസ് ലൈക്ക് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അതേ ക്രം കോട്ട് ചെയ്ത് നമ്മൾക്കാണെങ്കിൽ മേളി ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ എത്ര എടുത്തെന്ന് വെച്ചാൽ ഐസിങ് അകത്ത് ഫില്ലിങ്ങിനായിട്ട് എടുത്തതെന്ന് വെച്ചാൽ അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കേട്ടോ. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഫിനിഷിങ് ചെയ്ത് നമുക്ക് കാണാൻ തന്നെ പറ്റും. നമുക്ക് എല്ലാ ലെയറും എൻ്റെ ഒരുപോലെ തന്നെ ചരിഞ്ഞ് ഒന്നും ഇരിക്കുന്നില്ല, എല്ലാ ലെവലിൽ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലെയറിൽ വെക്കണം, എന്നാലും നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. ഇനി നമുക്കാണെങ്കിൽ പർപ്പിൾ കളറിൽ ക്രീമും കൊണ്ടാണ് ഞാൻ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡ്രോപ്പ് ബ്ലൂവും 1 ഡ്രോപ്പ് പിങ്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പർപ്പിൾ കളർ നമുക്ക് റെഡിയായി കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഐസിങ് ചെയ്ത് നല്ലതായിട്ട് ഫിനിഷിങ് വരുത്തണം. പിന്നെ അതാണെങ്കിൽ ഒരു ഡിസൈൻ വരുന്നത് സിലിക്കോണിൻ്റെ ബ്രഷും കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ലുക്ക് അത് കേക്ക് റെഡിയായി കഴിയുമ്പം. അപ്പോൾ ഇത് നന്നായിട്ട് ഫിനിഷിങ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ സിലിക്കോണിൻ്റെ ബ്രഷും കൊണ്ട് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കറക്കി കൊടുത്താൽ മതി. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ പർപ്പിൾ കളറിലെ ബട്ടർഫ്ലൈ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ വൈറ്റ് കളറിലെ പേൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ആരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്താവുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പേര് എഴുതി കൊടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ നമ്മുടെ കേക്ക് ഇത് റെഡി ആവുന്നുണ്ട്. അപ്പം നമ്മളെ ഫെററോ ന്യൂട്ടല്ല കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്ക് ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.